ജോലി ശരിയായില്ല. അമ്മച്ചിക്ക് ഇനി മരുന്ന് മേടിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു ജോലി വെച്ച് കഴിഞ്ഞാൽ കടന്ന് കാറ്റ് മേടിച്ചു നോക്കി എങ്ങനെ ജോലി എത്ര കാശായി ഇപ്പൊ പലരോടും മേടിക്കണം. കടം മേടിക്കാനാ ഇരിക്കാൻ പോലും ഒരു സ്ഥലം കിടക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. രാജേഷ് അല്ലേ? രാജേഷ് രാജേഷ് നീ എൻ്റെ വീട് പ്രതാപാ, നീ എവിടെ പോയി? അതുപോലെ പോകുന്ന പോലെ ഇന്റർവ്യൂവിന് പോയിട്ട് വരും. നിന്റെ വെള്ളം ഉണ്ടോ? എവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് അതെ എന്തായി ഇന്റർവ്യൂവിന് പോയി അതുപോലെ തന്നെ ഇന്ന് പോയതും പഴയതുപോലെ തന്നെ. എൻ്റെ 32ാമത്തെ ഇൻ്റർവ്യൂ ആണ്. ഇന്ന് എവിടെയായിരുന്നു ഇൻ്റർവ്യൂ? പോസ്റ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. വലിയ തന്നെയാണ്. ഞാനും പോയി. ആ അവിടെ ഉണ്ടായിരുന്നോ? ഈ ഫ്രണ്ടിലായിരിക്കും. ഞാൻ ഫ്രണ്ട് രാവിലെ 5 മണിക്ക് പോയി കിടക്കണം. 10 വെള്ളം കുടിച്ചിട്ടില്ല. എന്തായി ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് പഠിച്ചെഴുതിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോൾ അറിയാം. 32 എല്ലാം വെറുതെ പറ്റിക്കുന്നു. ഇതൊക്കെ ഓരോരോ പ്രശ്നം മാത്രമല്ലേ. ഇന്നുകൂടെ ആൾക്കാർ കാറ്റ് മേടിച്ച് നിയമനം നടത്തുന്നുണ്ടാവും. ശരിയായിരിക്കും. പക്ഷേ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടപ്പിലായിട്ട് എത്ര വർഷമായെന്ന് പറയാം. ഞാനാണെങ്കിൽ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ കാശ് കടം വാങ്ങി തീർക്കുമ്പോൾ ഈ ബന്ധുക്കാർക്ക് വരെ നമ്മളോട് ദേഷ്യമായി. പിന്നെ ആരും ചോദിക്കാനാണ് ഈ അത്യാവശ്യം ജോലി ഇല്ലാതെ ചെല്ലാനും പറ്റില്ല. നിനക്ക് അറിയാം, അറിയാം. ഈ മാത്രമല്ല എത്രയാണെന്നൊക്കെ ആൾക്കാരൊന്നും കഴിഞ്ഞിട്ട് റോളിങ് അവിടെ മേടിച്ച് ഇവിടെ കൊടുത്തു, ഇവിടെ മേടിച്ച് അവിടെ കൊടുത്തു. എന്താണ് എല്ലാവരുടെ വീട്ടിൽ വരുന്നത് അറിയാൻ പാടില്ല. അത് ടെൻഷൻ, ഉറക്കമില്ല. രാവിലെ എണീറ്റ് പോവും, എവിടെയെങ്കിലും പണിക്ക് പോവും. ആ പൈസ കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. പിന്നെ ഇൻ്റർവ്യൂവിന് പോകും. ഇത് തന്നെ ഓരോ ദിവസം. അതെ നീ പിന്നെ നിന്റെ പെങ്ങളെന്നാണ് കെട്ടിച്ചോ? എൻ്റെ കടം കട അങ്ങനെ വീട്ടിൽ എത്ര നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകെ. എടാ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നീ ക്ലാസ്സിൽ ഒന്നാമനുണ്ടായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും. പക്ഷേ ഞാനൊക്കെ അസൂയയോട് നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നില്ല അവിടെ തന്നെയല്ലല്ലോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എടാ, അത് അന്ന് PSC റാങ്ക് ലിസ്റ്റിൽ ആരാണ് ഒന്നാമത്? നീയല്ലേ ഒന്നാമത്. അത് കാണിച്ചാടാ ഞാൻ ഇത്ര നാൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കുറേയൊക്കെ റോൾ ചെയ്തത്. അത് കണ്ട് അവർ വിചാരിക്കും ഇപ്പം ജോലി കിട്ടും. പൈസ എത്രയായെന്നും പറഞ്ഞാൽ കിട്ടൂടാ. നമുക്കൊക്കെ കിട്ടും. മേടിക്കണ്ട, കിട്ടും. എന്ത് ചെയ്യാനാ? കിട്ടും. എല്ലാം പ്രതീക്ഷ അല്ലടാ.
പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അത് കാരണം ഇന്റർവ്യൂ വരുമ്പോൾ രാവിലെ എണീറ്റ് ഞാൻ പോലും അറിയാതെ യാന്ത്രികമായിട്ട് ഇങ്ങനെ പോകുന്നു വരുന്നു. പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഏടാ എംപ്ലോയ്മെന്റിൽ പേര് വെച്ചിട്ട് എത്ര വർഷമായിടാ, ഒരു തവണയെങ്കിലും എന്നെ വിളിക്കണം. എംപ്ലോയ്മെന്റ് പേര് രജിസ്ട്രേഷൻ വിളിക്കുമെന്ന്. എടാ അങ്ങനെ എന്നെ വിളിച്ച് 3 മാസത്തേക്ക് എന്തിനാണെന്നറിയാവോ? കനാല് ക്ലീൻ ചെയ്യാൻ. പിന്നെയും വെയിറ്റിങ്. അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ച് 6 മാസം. എന്തിനാണെന്നറിയാവോ? കോർപ്പറേഷൻ വണ്ടി പോയി നിന്നിട്ട് ആ റോട്ടിൽ കിടക്കുന്ന മാലിന്യം നീക്കാൻ 6 മാസം. വിളിച്ചടാ എംപ്ലോയ്മെന്റ് ചെയ്ത്. ഇത് പോയില്ലേ? അതാണ് ഞാൻ പോയത്. പിന്നെ ഇന്ന് വരെ ഈ തെണ്ടിത്തിരിഞ്ഞ് നടപ്പ്. ഇന്ന് കിട്ടും നാളെ കിട്ടും. എനിക്കുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇവിടെ പല ഗവൺമെന്റുകളും മാറി മറിഞ്ഞു വന്നു. ഒരു യുവാക്കൾക്കും യുവതികൾക്കും ഒരു തൊഴിലും കൊടുത്തിട്ടില്ല. എടാ അതിന് ഇവിടെ വ്യവസായശാലകൾ വല്ലതും ഉണ്ടോ? ഫാക്ടറികളുണ്ടോ? ഇവിടെ ഒരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂട്ടിക്കാൻ വേണ്ടി സമരം ചെയ്യാനും കുറേ ആളുകൾ കൊടിയും പിടിച്ചിറങ്ങും. പിന്നെ ഇവിടെ അവരാണെങ്കിൽ അത് അന്യ സംസ്ഥാനങ്ങളിൽ പോയി തുടങ്ങും. പിന്നെ ഇവിടെയുള്ളവർക്ക് എവിടെ നിന്ന് ജോലി കിട്ടും? ഇതൊക്കെ ഗവൺമെന്റ് കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണ്. പിന്നെ ഇവിടെ ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവരുടെ വീട് കണ്ടിട്ടുണ്ടോ? ബംഗ്ലാവാണ്, ബംഗ്ലാവ്. അതിനാ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തല്ലാനും സമരം ചെയ്യാനും കൊടി പിടിക്കാനും നടന്നായിരുന്നെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വെള്ളയിട്ട് നടക്കായിരുന്നു. ശരിയാടാ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു MLA മന്ത്രിയൊക്കെ ആയനെ. അതിന് കക്കാനും മൂട്ടിക്കാനും അല്ല എൻ്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്. പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരാനാ. പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന് എന്നിട്ട് ജോലിയൊന്നും കിട്ടാഞ്ഞിട്ടേ ഞങ്ങളെല്ലാ ഉദ്യോഗാർത്ഥികളും കൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ എടാ ഇതുപോലെയാണ് ഞങ്ങൾ അവിടെ ചെയ്തത്. ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതൊരു കഷ്ടപ്പാട് തന്നെയാണ്. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ടല്ലോ, അവരെന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. അവരെന്ത് ചെയ്യാനാ? ആ പഴയതുപോലെ തന്നെ പിൻവാതിൽ നിയമനം നടത്തും. അതിന് ചെയ്യേണ്ടത് 1, 2, 3 സ്ഥാനത്തുള്ള റാങ്ക് ലിസ്റ്റ് പേരുള്ള എല്ലാവരെയും ആ സ്ഥാനത്ത് നിർത്തണം, നിയമിക്കണം. അതാണ് പുതിയ സർക്കാർ ചെയ്യേണ്ടത്. ഏതായാലും പുതിയ സർക്കാരിനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്നും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും അവർ നടപ്പിലാക്കണമെന്നും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ള എല്ലാവരെയും ഡിസ്മിസ് ചെയ്യണം. എന്നിട്ട് 1, 2, 3 സ്ഥാനത്തുള്ള റാങ്ക് ലിസ്റ്റ് പേരുള്ള എല്ലാവരെയും ആ സ്ഥാനത്ത് നിർത്തണം, നിയമിക്കണം. താടിയൊക്കെ നിറച്ചില്ലോടാ. ഈ ആ കൂട്ടത്തിലുണ്ടല്ലോ. എടാ ഇതൊന്നും നമുക്ക് വേണ്ടിയല്ലോ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, യുവതലമുറകൾക്ക് കൂടി വേണ്ടിയല്ലേ? അതെ. എന്നാ നമുക്ക് പോവാം. അടുത്ത ഇന്റർവ്യൂവിന് നമുക്ക് കാണാം. എല്ലാം ശരിയാ. പക്ഷെ ഇനിയിപ്പോ ഞാൻ ആരുടെ അടുത്ത് കടം മേടിക്കും? അമ്മച്ചിക്ക് മരുന്ന് മേടിക്കാൻ. എല്ലാം ശരിയാവും എന്നാണ് നമ്മൾ ഇത്രയും നേരം വിശ്വസിച്ചത്. നടക്കും.